ഞാനൊന്ന് കണ്ടോട്ടെ ശ്രീ. കേളിയല്ലത്? അതെ, നിനക്കെങ്ങനെ അറിയാം? അവളെന്താ ഇവിടെ? അത് അവളുടെ അമ്മയുടെ വീടാണ്. അവൾക്ക് അമ്മയില്ല. അതേടാ, അവളുടെ അമ്മയുടെ അമ്മയാ കുഞ്ഞുഞ്ഞമ്മ. ഓ മൈ ഗോഡ്, വാട്ട് എ സർപ്രൈസ്. എന്താ അലക്സേ, നീ എങ്ങനെ അറിയാം അവളെ? നിനക്കെന്തറിയാം അവളെ കുറിച്ച്? എനിക്കൊന്നും അറിയില്ല. പറഞ്ഞു കാണില്ല അവൾ ആരോട്. എന്ത് പറയാ? പറയാ അലക്സേ. ഷീസ് എ ഡൈയിങ് പേഷ്യന്റ്. ഐ മീൻ ഹർ ഡേയ്സ് ആർ നമ്പർഡ്. ദിവസങ്ങളെന്നല്ല മണിക്കൂറുകൾ വരെ എണ്ണപ്പെട്ട അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവം പെൺകുട്ടിയാണ് അവൾ. ഈശ്വര, അവൾ ഇപ്പോഴും ജീവനോടെ, അതും എന്റെ മുമ്പിൽ. ഇല്ല അലക്സ്, നിനക്ക് ആലോചിച്ച് കാണും. ഇല്ല, ഒരിക്കലും തെറ്റില്ല. എന്റെ അനിയത്തി ഉഷയുടെ ഏറ്റവും വലിയ കൂട്ടുകാരി, അവളുടെ ജീവന്റെ ജീവൻ. നിനക്കറിയാമോ, ഡൽഹിയിലെ ആ കോളേജ് മുഴുവൻ അവളുടെ ഡാഡി എല്ലാവരും കാത്തിരിക്കുകയാണ് അവളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ. എന്താണ് അവളുടെ അസുഖം? ബ്രെയിനാണ്. ഞാൻ പോട്ടെ ശ്രീ. അവളുടെ ഡാഡി അറിയണം, എന്റെ ഉഷയെ അറിയിക്കണം. അവർക്കുള്ള ഏറ്റവും വലിയ ന്യൂസ് ആയിരിക്കും ഇത്. ഗേലിക്കറിയാം അവളുടെ അസുഖത്തെ കുറിച്ച്? പിന്നെ അവൾക്കെല്ലാം അറിയാം. അതുകൊണ്ടല്ലേ അവൾ ആരോടും പറയാതെ പോകുന്നു. ഞാൻ പോട്ടെ ശ്രീ. നിക്ക് അലക്സ്, ഒന്ന് വിശദമായിട്ട് പറയട്ടോ, സത്യത്തിൽ അവൾക്ക് എന്താണ്? ഉഷ പറഞ്ഞ അറിവേ ഉള്ളൂ എനിക്ക്. പണ്ടപ്പോഴോ ഡൽഹിയിൽ വെച്ച് ഗേളിക്കൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. തലയ്ക്ക് ചതവ് പറ്റി കുറെ കാലം അവൾ ആശുപത്രി കിടന്നു. എല്ലാം ഭേദമായെന്ന് കരുതി തിരികെ പോരുകയും ചെയ്തു. പെട്ടെന്നൊരു ദിവസം ക്ലാസ് റൂമിൽ ചാടി എഴുന്നേറ്റ് അവൾ ഓടി, ഭ്രാന്തിയെ പോലെ. വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചെറിഞ്ഞിട്ട് ഓടി തളർന്ന് ബോധം കെട്ട് അവൾ ഒരിടത്ത് വീണു. കോളേജ് മുഴുവൻ നൊമ്പരപ്പെട്ട ദിവസമായിരുന്നു അത്. പിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോഴാണ് ഡോക്ടർമാർ ബ്രെയിൻ്റെ തകരാറ് കണ്ടുപിടിച്ചത്. ബ്ലഡ് ക്ലോട്ടിംഗ് എന്നോ ഗ്രോത്ത് എന്നോ പിന്നെ എന്തൊക്കെയോ പേരൊക്കെ അവർ പറയുന്നു. ഏത് നിമിഷവും മരിക്കാം. ചെയ്യാവുന്നത് ഒരു മേജർ ഓപ്പറേഷനാണ്. അത് ചെയ്താലും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഓപ്പറേഷൻ നടന്നില്ല. അതിനു മുമ്പ് അവളെ സ്നേഹിക്കുന്നവരുടെ മുഖത്തെ ദുഃഖം കണ്ട് അത് താങ്ങാനാവാതെ അവൾ പുറപ്പെട്ടതാണ്. ഈ 25 ദിവസം അവൾ ജീവിച്ചു എന്ന് തന്നെ ഒരു മഹാത്ഭുതമാണ്. ഞാൻ പോട്ടടാ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear girlie. Happy birthday to you. Happy birthday to you. എവിടെയായിരുന്നു ഇന്നലെ? കണ്ടില്ലല്ലോ. വരാൻ പറ്റില്ല. ഗേലിക്ക് എങ്ങനെയുണ്ട്? പേടിച്ചതുപോലെ ഒന്നുമില്ല. ചെല്ല്, അകത്തുണ്ട്. വേണ്ട, ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ മതി. കാണുന്നില്ലേ? ഇല്ല, പോയിട്ട് പിന്നെ വരാം. പിന്നെ കാണുന്ന ഇപ്പൊ കാണുന്ന എല്ലാം ഒന്ന് തന്നെ. അകത്തോട്ട് പൊയ്ക്കോളുന്നേ. ഓ യു. വേണ്ട, എഴുന്നേക്കണ്ട. ഏയ്, എനിക്കത്ര വലിയ അസുഖമൊന്നും. എന്നാലും കിടന്നോളൂ, ഞാനിവിടെ ഇരുന്നോട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ല. അമ്മയെ കൊണ്ടുവരാൻ പോകുന്നില്ലേ? അമ്മ ഇനി 4-5 ദിവസം കഴിഞ്ഞേ വരൂ. ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ കൂടുന്നു ശ്രീ. പറ, വലുതൊക്കെ പറ.
ഗേളിയുടെ കൊച്ചു കൊച്ചു തമാശകൾക്ക് ഞാൻ തന്ന ശിക്ഷ അത് എത്രത്തോളം വരുമെന്ന് ഞാൻ കരുതിയില്ല. ഐ എം സോറി. ഹേയ്, അതൊന്നും സാരമില്ല. ഒന്നുമില്ലെങ്കിലും ഇതിങ്ങനെ തൂക്കി നടക്കലൊരു എൻഗേജ്മെന്റ് അല്ലേ? പടക്കം പൊട്ടി ഒന്ന് പേടിക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. ഇങ്ങനെ കത്തിപ്പൊളിക്കെന്ന് കരുതിയില്ല. ഹേയ്, അതൊരു മണ്ടൻ നുണ. കൈ ഇങ്ങനെ പൊള്ളി കിട്ടിയതുണ്ടല്ലേ തന്നെത്താൻ മതിമറന്ന് ഡാൻസ് ആടിയത്. അത് അപ്പോഴത്തെ ഒരു ഇതിലങ്ങ് ചെയ്തു പോയതാണ്. നൗ ഐ ഫീൽ സോറി. വിഷമിക്കണ്ട ശ്രീ, ഈ ദേഹം മുഴുവൻ പൊള്ളിപ്പോയാലും എനിക്കൊന്നുമില്ല. അതാ ഞാൻ. പിന്നെ ഇന്നലെ വരാൻ പറ്റിയില്ല. ബർത്ത്ഡേയുടെ ഗ്രീറ്റിംഗ്സ് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. ഗ്രീറ്റിംഗ്സേ ഉള്ളൂ, സമ്മാനമൊന്നുമില്ലേ? ഓ, മറന്നുപോയി. സമ്മാനാണല്ലോ ഇത്. പ്ലീസ്, ഈ തെറ്റിന് എന്ത് പ്രായചിത്തം വേണേലും ഞാൻ ചെയ്യാം. ചോദിക്കാൻ മടിക്കരുത്. ഞാൻ പോകുന്നു. ഇനിയും വരും ഗേളിയെ കാണാൻ. നിക്കേ, എന്തു പറ്റി ശ്രീക്ക്? ഈ മനമാറ്റത്തിന് എന്താ കാര്യം? വല്ലാതെ മാറിയിരിക്കുന്നല്ലോ ആ മനസ്സും ആളും. എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല. എനിക്കറിയാം, ഡെഫിനറ്റ് ആയിട്ട് എനിക്കറിയാം. എന്ത്? ശ്രീക്ക് എന്നോട് പ്രേമം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഈ ബാൻഡേജ് കണ്ടുകൊണ്ടുള്ള പ്രേമമാണോ? ഇത് 4 ദിവസം കഴിഞ്ഞ് അഴിച്ചു കളയും. പിന്നെ കുറെ കരിഞ്ഞ പാടുകളെ കാണും. അത് കാണുമ്പോ പ്രേമം പോയി പോവരുത്. ആ, എവിടെ എന്റെ മഞ്ഞ റോസ? അത് ഞാൻ നിങ്ങളുടെ തോട്ടത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓ, റിയലി? കാറ്റും വെളിച്ചവും കൊള്ളിക്കാതെ ശ്രീ മുറിക്കകത്ത് പൂട്ടിയിട്ട് എന്റെ പ്രതിഷേധമാ. എത്ര ഇലകൾ കരിഞ്ഞെന്ന് നോക്കിയേ. ആ, വലിയമ്മച്ചി, ആ ക്യാമറ ഒന്ന് എടുത്തോണ്ട് വരുമോ? നൈസ്, വെരി നൈസ്. വെള്ളം ഒഴിച്ചാ പൊട്ടുന്ന ബോംബൊന്നുമില്ലല്ലോ ഇതിനകത്ത്. എന്റെ ഒരു കൊച്ചു തമാശയാ, ഒന്നും തോന്നണ്ട. എന്തിനാ മോളെ ക്യാമറ ചോദിച്ചത്? ഇങ്ങോട്ട് വാ ശ്രീ, എന്റെ വലിയമ്മച്ചിന് ഫോട്ടോ അയ്യോ, വേണ്ട വേണ്ട, ഞാനില്ല. വലിയമ്മച്ചി വേണ്ട, അതേ പുന്നാരം കാണിക്കാതെ. വേണ്ട. ഇങ്ങോട്ട് നീങ്ങിനെ. റെഡി? റെഡി. റെഡി? എന്താ മോളെ? എന്ത് കണ്ടുകൊണ്ടാ ഓടിയത്? ഡാഡി. ആ കാലനി വീട്ടിനകത്ത് കുത്തരുത്. നാണമില്ലല്ലോ നിങ്ങക്ക് പിന്നെയും കയറി വരാൻ. മോളെ കൊണ്ടുപോകുന്നാണോ? 17 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ കാക്കൽ വീട് അപേക്ഷിച്ചില്ലേ? അവൾ അകത്ത് നിൽപ്പുണ്ട്. ചുണയുണ്ട് നിങ്ങൾക്ക് അവളെ വിളിച്ചോണ്ട് പോകാൻ. മര്യാദ കെട്ട മനുഷ്യൻ, നാണം കെട്ട മനുഷ്യൻ. എന്റെ മോള് മരിച്ചിട്ട് എന്റെ കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് ഇത്രയും നാൾ എന്നെ തിരിഞ്ഞു നോക്കാത്ത നിങ്ങൾ പോ മാത്യൂസ്, എന്റെ കൺമുമ്പിൽ നിന്ന് പോ. മോളെന്തിനാ കരയുന്നത്? നിനക്ക് ഞാനില്ലേ? നിന്റെ വല്യമ്മച്ചില്ലേ? കരയണ്ട, കരയണ്ട.